ശ്രീ എൻ ശ്രീകുമാർ നമുക്കുമുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, OJ ജനീഷ് അധ്യക്ഷനാകുമ്പോൾ താങ്കളുടെ പ്രതികരണം എന്താണ്? ജനീഷ് KSUവിന്റെ കാലം മുതൽ വളരെ സമര കാലഘട്ടങ്ങളിലൊക്കെ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിലൊക്കെ വളരെ സ്വീകാര്യനായൊരു തൃശ്ശൂർ ജില്ലയിലത്തെ ഒരു യുവാവാണ്. അദ്ദേഹം എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ പരമയോഗ്യനാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിരുന്നില്ല. പക്ഷെ സംഘടനാ പാഠവുമുള്ള ഈ പഴയ കാലത്ത് എങ്ങനെയാണോ താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നത്, ഏതാണ്ട് അതേ മാതൃകയിൽ പ്രവർത്തിച്ച് ഇപ്പോഴും വളരെ മുന്നിട്ട് യുവജന മുന്നേറ്റത്തിലൊക്കെ പങ്കായിട്ടുള്ള ഒരാളാണ് ജനീഷ്. അപ്പോ അദ്ദേഹത്തെ ഇപ്പൊ അൽബിൻ വർക്കിയും അതുപോലെ തന്നെ മറ്റു പല പേരുകളും വന്നെങ്കിലും OJ ജനീഷിലേക്ക് കോൺഗ്രസ് എത്തിയതില് വേറെ ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കുന്ന ഘടകങ്ങളൊക്കെ തന്നെയാണ്. അതും അദ്ദേഹത്തെ തുണച്ചിട്ടുണ്ടാകും. എന്തായാലും ആരും കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാല് ഒരുപാട് പോലീസ് മർദ്ദനമൊക്കെ ഏറ്റ് KSU പ്രസ്ഥാനത്തിലൂടെയും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യരായ ഒരു 3-4 യുവ നേതാക്കളിൽ വളരെ മുന്നിലുള്ള ആളാണ് ജനീഷ്. അപ്പൊ അത് CPM-നെതിരായിട്ടാണെങ്കിലും ഈ പോലീസുമായെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലായാലും ഒക്കെ പുള്ളി വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ സാധ്യത കൂടിയാണ് OJ ജനീഷിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള സ്ഥാനാരോഹണം എന്ന് വേണം മനസ്സിലാക്കി. ഇപ്പോൾ OJ ജനീഷിന്റെ യൂത്ത് കോൺഗ്രസ് ട്രാക്ക് അല്ലെങ്കിൽ KSU ട്രാക്ക്, അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. താഴെത്തട്ടിലുള്ള KSUവിന്റെ സാധാരണ പ്രവർത്തനം മുതൽ യൂണിറ്റ് പ്രസിഡന്റ് മുതൽ മുകളിലേക്ക് വന്ന നേതാവ് തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നവർ മാത്രമല്ലല്ലോ സംസ്ഥാനത്താകെ എല്ലാ പാർട്ടികളും യുവജന സംഘങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ അബിൻ വർക്കി, അരിത ബാബു, വിഷ്ണു സുനിൽ, അനുതാജ്, വൈശാഖസ്, ദർശൻ, OJ ജനീഷ്, ഷിബിന, ഇവരിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക എന്നൊരു ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയായിരുന്നു. അതിന്റെ തുടർച്ചയും പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതയും കണ്ടുകൊണ്ടാണ് OJ ജനീഷിലേക്ക് എത്തുന്നത്. അല്ല, അതായത് OJ ജനീഷിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, കാരണം സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ യൂത്ത് കോൺഗ്രസിലൊക്കെ അടിസ്ഥാന രീതികളിൽ എന്ന് വെച്ചാൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ സ്വാധീനം ഉണ്ടാകുന്ന ഒരു നേതാവാണ് യൂത്ത് കോൺഗ്രസിൽ വരേണ്ടത്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അതുമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലും കൂടെ നിറഞ്ഞു നിൽക്കണം. പക്ഷെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ OJ ജനീഷിന്റെ മുഖം അത്ര പരിചിതമാവില്ല. എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന പഥം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. അവിടെ അദ്ദേഹം പ്രസ്ഥാന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തന മികവുണ്ട്. ആ മികവ് ഒരു സംഘടനാ തലത്തിലുള്ള മികവ് എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാല് താഴെ തട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിക്കുക, ആ ഒരു ക്ലാസ് നടത്തുക, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞെടുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു തവണ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ പോലും ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥികളാക്കാൻ യോഗ്യരായവരിൽ ഏറ്റവും മുന്നിലുള്ള ഒരു 3-4 യുവജന നേതാക്കളിൽ ഒരാളാണ് ഈ OJ ജനീഷ്. ഇവിടെ തന്നെ 2-3 യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ തന്നെ സ്ഥാനാർത്ഥികളാകാൻ പരിഗണിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. കാരണം തൃശ്ശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ ജയത്തിൽ 8 മണ്ഡലങ്ങളിലും കിട്ടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും സംഘടനയ്ക്ക്. ഒരു കാലത്ത് കരുണാകരന്റെയും ഒക്കെ തട്ടകമായിരുന്ന ഒരു ജില്ലയില് ഇപ്പൊ അറിയാമല്ലോ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ മോശമാണ്. കഴിഞ്ഞ 2 ടേമിലും ഓരോ MLA-മാര് മാത്രമേ ഉള്ളൂ. ശരിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ല ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള, നമ്മുടെ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള, കോൺഗ്രസിന്റെ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ സീറ്റുകൾ നേടേണ്ട ജില്ലകളാണ് കോഴിക്കോട്, തൃശ്ശൂര്, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ കോട്ടയത്തൊക്കെ ഏറെക്കുറെ ഒരു സമാനമായ സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസത്തിലേക്കൊക്കെയാണ് മാറുക. എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് വലിയ മേധാവിത്വം കഴിഞ്ഞ് കുറച്ചു കാലമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം, അപ്പോൾ തൃശ്ശൂരിലേക്ക് ഉന്നം വയ്ക്കുകയാണ്. അവിടെയാണ് OJ ജനീഷ് വരുന്നത്. ഈ സാമുദായിക ഇക്വേഷൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുപ്പിൽ അത് പ്രകടമായിട്ടുണ്ടോ? ഇപ്പോൾ അബിൻ വർക്കിയുടെ പേര് വളരെ സജീവമായിരുന്നു. അതേസമയം തന്നെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ, KSUവിന്റെ അധ്യക്ഷൻ, KPC അധ്യക്ഷൻ, ഇവരെല്ലാം ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് എന്നത് ഈ അബിൻ വർക്കിയുടെ സാധ്യതയെ അടച്ചു കളഞ്ഞു എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ?
അറച്ചു കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസ് ഇത് പരിഗണിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് എല്ലാ സമുദായങ്ങളുടെ കാര്യവും പരിഗണിക്കാറുണ്ട്. കാരണം നാളെ ഒരു വിമർശനം ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ അബിൻ വർക്കി, ഇപ്പൊ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന മുഖം ഏതാണെന്ന് നോക്കി അബിൻ വർക്കിയാണ്. ഞാൻ സംശയമില്ലാതെ നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വേറെ ഘടകങ്ങൾ നോക്കേണ്ടി വരും. കാരണം ഒരു മതേതര സ്വഭാവമുള്ള ഒരു സംഘടന എന്ന് പറയുമ്പം അതിൽ ആ സംഘടന മതേതര സ്വഭാവത്തോടുകൂടി ഒരാളുടെ സ്ഥാനത്ത് എത്തിക്കുമ്പോൾ സമുദായ സംഘടനകൾ വേറെ രീതിയിൽ വ്യാഖ്യാനങ്ങൾ വരുത്തും. അതിപ്പോ സമുദായ സംഘടനകൾ മാത്രമല്ല, വേറെ പല ഘടകങ്ങളും അതിലേക്ക് എത്താറുണ്ട്. അത് നേരിട്ട് ഇപ്പൊ CPM പോലും നേരിട്ട് വിമർശിച്ചിട്ടില്ലെങ്കിലും അവർക്ക് അവരുടെ ചില പാർശ്വവർത്തികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവായി വിമർശനത്തിലൊക്കെ അതീതമായി നിന്നുകൊണ്ട്, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലേ, സോഷ്യൽ മീഡിയ ഞാൻ എടുത്തു പറയാൻ കാരണം പ്രത്യേകിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് പരിചയമുള്ളവർ മാത്രമല്ല നേതാക്കൾ എന്ന് തോന്നണമല്ലോ. അതായത് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ തവണ നടന്നത് തൃശ്ശൂരാണ്, ഒരു 1.5 വർഷം മുമ്പ്. ആ സംസ്ഥാന സമ്മേളനം വളരെ ഗംഭീരമായിട്ട് നടത്തിയത് OJ ജനീഷ് ആയിരുന്നു. അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഈ സാധാരണ ഗ്ലാമർ താരങ്ങളായിട്ട് മാത്രം പോയാൽ പോരല്ലോ. അതായത് സംഘടനയെ ചലിപ്പിക്കണമെങ്കിൽ അടിസ്ഥാന വിഭാഗം എന്ന് വെച്ചാല് കോൺഗ്രസിന്റെ ഞാറ്റടി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസും KSUമാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക തലങ്ങളിലുള്ള യൂണിറ്റ് ശക്തിപ്പെടുത്തുക, അവരെ ഏകോപിപ്പിക്കുക, ഇവ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ് OJ ജനീഷ് എന്നൊക്കെ പറഞ്ഞത്. ഒരു കാലത്ത് OJ ജനീഷ് എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് എത്തപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുകളുടെ പട്ടിക, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ പട്ടികയുടെ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് അബിൻ വർക്കി, അരിത ബാബു, വിഷ്ണു സുനിൽ, അനുതാജ്, വൈശാഖ് എസ് ദർശൻ, OJ ജനീഷ്, ഷിബിന. പിന്നെ ഷിബിനയ്ക്ക് ദേശീയതലത്തിൽ ഒരു പരിഗണന കിട്ടി. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ തോതിൽ ബിനു ചുളിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം തന്നെ സ്വാഭാവികമായി പരിഗണിക്കപ്പെടേണ്ട പേര് അബിൻ വർക്കിയുടേതാണ് എന്ന ചർച്ചകൾ വളരെ ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ സാമുദായിക ഇക്വേഷൻസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ ചർച്ചകളുടെ എല്ലാം ഒടുവിലാണിപ്പോൾ OJ ജനീഷ് സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കപ്പെടുന്നത്.